ഇതുപോലൊരു സംഭവം ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു ബസ് സ്റ്റാൻഡൊക്കെ നമ്മളെ നാട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ കുറേ സമയം എടുക്കും. കേരളാവിൽ ഇന്തമാതിരി ഒരു ബസ് സ്റ്റാൻഡ് വരുന്നതൊക്കെ മിനിമം ഒരു 25 ഇയർ ആകും. ഒരു എയർപോർട്ടിൻ്റെ ഒരു ഫീലാണ്. ഫുള്ളി എയർ കണ്ടീഷൻ, അതേപോലെ നല്ല വൃത്തിയുണ്ട്, എല്ലാം കൊണ്ടും സെറ്റ്. ഇത് കണ്ടോ നിങ്ങളെ, ഇതൊക്കെ തമിഴ്നാട് ഗവൺമെൻറ് അത്രയും സെറ്റപ്പ് ആയിട്ടാണ് മക്കൾക്ക് വേണ്ടിയത്. സുഹൃത്തുക്കളെ നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് തിരുച്ചിറപ്പള്ളി എന്ന സ്ഥലത്താട്ടോ. തിരുച്ചിറപ്പള്ളിയിൽ AC ഉള്ളൊരു ബസ് സ്റ്റേഷൻ വന്നിട്ടുണ്ട്. അത് കാണാനുള്ള പുറപ്പാടിലാണ്. അതെ, ഇന്ത്യയിലെ ആദ്യമായിട്ട് ഫുള്ളി എയർ കണ്ടീഷൻ ചെയ്ത ഒരു ബസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ വന്നു, നമ്മൾ ഫ്രഷായി ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്ത് നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലോട്ട് പോവുകയാണ്. ഇതൊക്കെയാണ് ഷെയർ ഓട്ടോ. പഴനി പൊള്ളാച്ചി ഭാഗത്തൊക്കെ ഇതിങ്ങനെ കാണാറുണ്ട്, ഷെയർ ഓട്ടോ. തമിഴ്നാടിൻ്റെ പല ഭാഗത്തും ഈ ഒരു ഷെയർ ഓട്ടോകളുണ്ട്. നമ്മളെ നാട്ടിലൊന്നും ഇതേപോലത്തെ ഓട്ടോറിക്ഷ ഇപ്പോൾ ഇല്ല. ചില ഏരിയയിലൊക്കെ ഗുഡ്സൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. തിരുച്ചിറപ്പള്ളി സ്റ്റേഷൻ അല്ലെങ്കിൽ ഈ ഒരു പഴയ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് ഏകദേശം 5 കിലോമീറ്ററോട് അടുത്ത് ദൂരമുണ്ട് പുതിയ പഞ്ചപ്പൂർ ബസ് സ്റ്റാൻഡിലേക്ക്. ഷെയർ ഓട്ടോനെ ഉള്ളല്ലോ ഈ ഒരു ഏരിയയിൽ, ഫുള്ള് ഷെയർ ഓട്ടോ തോന്നുന്നത്. സ്റ്റേഷൻ ടു ബസ് സ്റ്റാൻഡ് അങ്ങനെ എന്തെങ്കിലും ഓടാനുള്ളതായിരിക്കും. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നടന്നു. അവിടെ ഒരു റൂമിലായിരുന്നു ഇന്നലത്തെ സ്റ്റേ കേട്ടോ. ബസ് എന്ത പക്കം വെറും നമ്പർ 1 തമിഴ്നാട്. അവർക്ക് പറയാനുള്ള വകുപ്പുണ്ട്. നമ്പർ 1 തമിഴ്നാട് ഇപ്പം കൃഷിയിൽ മാത്രമല്ല എല്ലാം കൊണ്ടും ഉഷാറാണ്. ഇന്ന് ബസ് പോകാൻ വേണ്ട. അപ്പോൾ റൗണ്ട് അബൌട്ടിൽ നിന്നിട്ട് കാര്യമില്ല. നമ്മൾ പഴയ ബസ് സ്റ്റാൻഡ് പോയിക്കാന്നുണ്ടെങ്കിൽ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ കോലം നമുക്ക് കാണാനും പറ്റും. അവിടുന്ന് നല്ല സുഖമായിട്ട് ഇരുന്ന് പോകാൻ പറ്റിയ ബസ്സും കിട്ടും. തിരുച്ചിറപ്പള്ളി, തിരുച്ചി, തമിഴ്നാടിൻ്റെ മധ്യഭാഗത്തുള്ള ഒരു വലിയ നഗരമാണ് തിരുച്ചി. ഇതാണ് തിരുച്ചിയിലെ പഴയ ബസ് സ്റ്റാൻഡ്. ഇവിടുന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ മാറിയിട്ടാണ് പുതിയ ബസ് സ്റ്റാൻഡ് ഉള്ളത് കേട്ടോ. ടൗണിൽ നിന്നൊക്കെ മാറിയിട്ട് ടൗണിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞിട്ടാണ് പുതിയ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ കോയമ്പേട് ബസ് സ്റ്റാൻഡ് ഒഴിവാക്കിയിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂർ സഞ്ചരിച്ചാലാണ്, 1.5 മണിക്കൂർ പറഞ്ഞാൽ ബ്ലോക്കിൽ നിന്നൊക്കെ പെട്ടിട്ടോ, 1.5 മണിക്കൂർ സഞ്ചരിച്ചാലാണ് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് എത്താൻ പറ്റും. ഇതാണ് തിരുച്ചിയിലെ പഴയ ബസ് സ്റ്റാൻഡ്. നമുക്ക് ഇനി എന്താ പക്കം പോകണം ചോദിച്ചു നോക്കാം. ആണോ പുതിയ ബസ് സ്റ്റാൻഡ് പോകുമ്പോ? ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളെ ബസ്. പേരുണ്ടോ ഡീലക്സ്? ഓക്കെ. സീറ്റ് തപ്പണം. തമിഴ്നാട് ലോ ഫ്ലോർ. ഇതാണ് പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ കേട്ടോ. നമ്മൾ സാധാ എന്നാലും വലുപ്പമുണ്ട്. നമ്മളെ തന്നെ ഒരു ലോക്കൽ ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ, രാമനാഥപുരം. അതിൻ്റെ പണി നടന്നുകൊടുക്കേണ്ടി തോന്നുന്നു. അതും ആ ഒരു രാമനാഥപുരം ഭാഗത്തു നിന്നൊക്കെ മാറ്റിയിട്ട് കുറച്ച് അപ്പുറത്തേക്കാണ് പുതിയ ബസ് സ്റ്റേഷൻ വരുന്നത് തോന്നുന്നു. ഇവർ പിന്നെ ബസ്സിൽ ആളെ പിടിച്ച് കയറ്റും, അല്ലാന്നുണ്ടെങ്കിൽ വിളിച്ച് കയറ്റും. അത് ഇവരൊരു പ്രത്യേകത. കർണാടകത്തിലുണ്ട് ആൾക്കാരെ. ഇതിന് പഞ്ചപ്പൂർ അതാണ് തോന്നുന്നു പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ പേര്. തമിഴ്നാട്ടിലായാലും കർണാടകത്തിലായാലും മഹാരാഷ്ട്രയിലായാലും നമ്മൾ പോയ സ്ഥലത്തൊക്കെ, അതേപോലെ കാശ്മീരിലായാലും ശ്രീനഗർ, നമ്മൾ പോയ സ്ഥലത്തൊക്കെ സർക്കാർ വാഹനങ്ങളിൽ അല്ലെങ്കിൽ സർക്കാർ ബസ്സുകളിൽ ആൾക്കാരെ പിടിച്ച് അല്ലെങ്കിൽ ആൾക്കാരോട് ഇന്ന സ്ഥലം മധുരൈ, ഈറോഡ്, സേലം, മൈസൂര് ആളുകളെ വിളിച്ചു കയറ്റുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. കേരളത്തിൽ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് സ്ഥലത്തിൻ്റെ പേര് ഏതെങ്കിലും ജംഗ്ഷനിലൊക്കെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ജംഗ്ഷനിലൊക്കെ ബസ് സ്റ്റോപ്പിലൊക്കെ വരുമ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് പോകണ ബസ്സാണെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ വിളിച്ച് കയറ്റുന്നുള്ളൂ. എന്തായാലും ആട്ടെ, ഫ്ലൈ ഓവറിൻ്റെ നഗരമാണ് തമിഴ്നാട്. ഏതൊരു നഗരത്തിൽ ഒന്ന് കാണുന്നുണ്ടെങ്കിലും തെലുങ്കും ഇഷ്ടം പോലെ ഫ്ലൈ ഓവർ പോകുന്നുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും. തിരുച്ചി മധുരൈ ഹൈവേ അതിനോട് ചേർന്നിട്ടുള്ള ആ ഒരു ഭാഗത്താണ് പുതിയ പഞ്ചപ്പൂർ ബസ് സ്റ്റാൻഡ് വന്നിട്ടുള്ളത്. പിന്നെ ഇവർ ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ തിരുച്ചി, അതേപോലെ തിരുച്ചി മധുരൈ ടു സേലം ടു ഈറോഡ് അങ്ങനെ ബസ്സായിട്ട് കണക്ട് ചെയ്തിട്ടാണ് തമിഴ്നാടിൻ്റെ പല ഭാഗത്തും ഇപ്പോൾ ഈ ആളുകൾ നിരന്തരം യാത്ര ചെയ്യുന്നത് ട്രെയിനേക്കാളേറെ ബസ്സിലാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല നാട്ടിലും പല തരത്തിലുള്ള ബസ് സ്റ്റാൻഡുകളാണ്. ഏറ്റവും മോശപ്പെട്ട തീരെ വൃത്തിയില്ലാത്ത ബസ് സ്റ്റാൻഡുകളൊക്കെ ഉണ്ട്, അതായത് പണ്ടത്തെ അതൊക്കെ. പക്ഷെ അവിടെയൊക്കെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ഈ ഒരു തിരുച്ചി മധുരൈ ഹൈവേയിലോട്ട് കയറിയിട്ടോ, അടിപൊളി റോഡാണ്. ഞാൻ ഒരു വർഷം മുമ്പ് ഇതിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. നമ്മൾ പണ്ട് രാമേശ്വരം പാമ്പമ്പാലത്തിൻ്റെ വീഡിയോ എടുക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ നമ്മൾ ഇതിലൂടെ ആയിരുന്നു വന്നിരുന്നത്.
അന്ന് ഈ ഒരു ഹൈവേയിൽ തിരുച്ചി മധുര ഹൈവേയിൽ പല ഭാഗത്തും ഫ്ലൈ ഓവറിൻ്റെയും അണ്ടർപാസിൻ്റെയൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും പൂർത്തിയാക്കണമെന്ന് അറിയില്ല. ഒരു വർഷം കൊണ്ടൊന്നും പൂർത്തിയാകുമെന്ന് തോന്നുന്നില്ല. കാരണം അന്നൊക്കെ ട്രാഫിക് ഡൈവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് അവിടെ ഒരു പണി നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കൊച്ചി സേലം ഹൈവേയിലുള്ളത് പോലെ അത്ര വലിയ ട്രാഫിക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു. ഇതുകൊണ്ട് 4 വരി ഹൈവേ ആണ്. മീഡിയയിലുള്ള ആ ഒരു ഡിവൈഡറും കാര്യങ്ങളൊക്കെ നോക്കിയാണ് ഗ്രാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ തിരുച്ചി മധുര 1-to-1 ബസ്സുകളുണ്ട്. ഇപ്പോൾ തമിഴ്നാടിൻ്റെ പല ഭാഗത്തേക്കും അവരെ റോഡ് നല്ലതായതുകൊണ്ട് 1-to-1 ബസ്, അതായത് തിരുച്ചിയിൽ നിന്ന് വിട്ടുകയെന്നുണ്ടെങ്കിൽ പിന്നെ മധുരയിൽ മാത്രമേ സ്റ്റോപ്പ് ഉണ്ടാവുള്ളൂ. അതാണ് 1-to-1 ബസ്സുകൾ. നമ്മളിപ്പോൾ മധുരയിൽ നിന്ന് വിട്ടുകയെന്നുണ്ടെങ്കിൽ അടുത്തത് സേലത്തേക്കാണ് പോകുന്നുണ്ടെങ്കിൽ സേലത്ത് മാത്രമേ സ്റ്റോപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതെന്താണ് ദീർഘദൂര യാത്രക്കാർക്ക് നല്ല സുഖമാണ്. കറക്റ്റ് സമയത്തോടെ എത്തും ചെയ്യും. പിന്നെ റോഡും നല്ല റോഡായിട്ട് വരുന്നത്. അതുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ അതിൻ്റെ സർവീസൊക്കെ നടത്താം. നമ്മളിപ്പോൾ ഈ ദേശീയപാതയുടെ പണി കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ കോഴിക്കോട് ടു തൃശ്ശൂർ 1-to-1 ബസ്സൊക്കെ ഇറക്കിക്കാന്നുണ്ടെങ്കിൽ അടിപൊളിയാകും. പക്ഷെ എന്നാൽ തന്നെ ഏതോ മിന്നൽ ബസ് നിർത്തുന്നില്ല എന്നൊക്കെ പറയുന്നത് ആരൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് കേരളത്തിൻ്റെ പ്രശ്നം. ബസ് ചിലപ്പോൾ നിർത്തി കൊടുത്തിട്ടില്ല എന്നതിൽ അതും പ്രശ്നമാക്കാറും. ഭാവിയിൽ നമ്മളെ സംസ്ഥാനത്തും ഇതേപോലെ 1-to-1 ബസ്സുകളൊക്കെ വരുന്നതായിരിക്കും. വരണം, നല്ല ഉഷാറാവുള്ളൂ. ഇതന്നെ സമി തിരുച്ചിറപ്പള്ളി സിറ്റി കോർപ്പറേഷൻ. കോർപ്പറേഷൻ ന്യൂ ബിൽഡിംഗ്, കോർപ്പറേഷൻ്റെ പുതിയ കെട്ടിടം കേട്ടോ. തിരുച്ചിറപ്പള്ളി സിറ്റി കോർപ്പറേഷൻ സ്റ്റാളാണ് തോന്നുന്നത്. ഒന്നും ഇതുവരെ ആയിട്ടില്ല തോന്നുന്നു, ലീസും ആയിട്ടില്ല തോന്നുന്നു കേട്ടോ. സംഭവം തിരുച്ചിറപ്പള്ളി എന്ന് പറഞ്ഞാൽ നല്ല തിരക്കുള്ള തമിഴ്നാട് സെൻറ്റർ ഇത് തന്നെ തിരുച്ചിറപ്പള്ളി സെൻറ്റർ. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ട് കയറാൻ വേണ്ടി പോകുകയാണ്. ഇതാണ് ബസ് സ്റ്റാൻഡിലേക്കുള്ള പാത. അപ്പോൾ ആ കാണുന്ന കേട്ടോ ബസ് സ്റ്റാൻഡ്. ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം പോലെ റൗണ്ടിൽ ഇങ്ങനെ കാണുമ്പോൾ ആ ഒരു റൂഫും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഉള്ളിലേക്ക് പോയേക്കാം, നമുക്ക് എന്താ അവസ്ഥ എന്ന് അറിയില്ലല്ലോ. പിന്നെ ഇവരെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പ്ലാനിങ് ആണ്. പ്ലാനിങ് ചെയ്യാൻ ഇവരെ കയ്യിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നല്ല അടിപൊളി കോൺക്രീറ്റ് റോഡാണ്. അതായത് നഗര തിരക്കിൽ നിന്ന് മാറിയിട്ട് ഏകദേശം ഇപ്പോൾ നമ്മളിപ്പോൾ പഴയ ബസ് സ്റ്റാൻഡും ഈ ഒരു ബസ് സ്റ്റാൻഡും തമ്മിൽ 5 കിലോമീറ്ററോളം ദൂരെ വ്യത്യാസമുണ്ട്. അപ്പോൾ അധികം ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. എപ്പോഴും സിറ്റി ബസ് ഇവിടുന്ന് ആക്സസ് ആണല്ലോ. അതായത് മധുരയിൽ നിന്ന് ഒരാൾ ഇവിടെ വന്ന് ഇറങ്ങിയാൽ അയാൾക്ക് പിന്നെ സിറ്റി ബസ് ഈ പഴയ ബസ് സ്റ്റാൻഡ് അതേപോലെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകാൻ ആക്സസ് ഉണ്ട്. അപ്പോൾ അധികം ദൂരം ഇല്ലാത്തതുകൊണ്ട് നല്ല സുഖമാണ്. നേരെ മറിച്ച് നമ്മൾ ചെന്നൈയിലുള്ള ആ ഒരു ഭാഗത്ത് കെളഞ്ചർ ബസ് സ്റ്റാൻഡിൻ്റെ വീഡിയോ ചെയ്തല്ലോ, അത് ഏകദേശം 1.5 മണിക്കൂർ യാത്ര ചെയ്യണം. അതായത് പഴയ കോയമ്പേട് ബസ് സ്റ്റാൻഡിൽ നിന്ന് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് ഏകദേശം 1.5 മണിക്കൂറോളം യാത്ര ചെയ്യണം. ബ്ലോക്ക് ഉണ്ടെങ്കിലാണ്, ബ്ലോക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ 1 മണിക്കൂറോളം എത്താൻ പറ്റും. ഇതെങ്ങനെയുണ്ട് സംഭവം മക്കളെ? നമ്മൾ മുകളിലോട്ട് കയറി പോവുകയാണ്. അടിപൊളിയാട്ടോ. അതായത് നമുക്കിതിങ്ങനെ കാണുമ്പം ഒരു വെറൈറ്റി, അതായത് വേറെ ഏതോ ഒരു സംഭവത്തിലേക്ക് വന്ന പോലെ, ഒരു എയർപോർട്ടിൻ്റെ ആ ഒരു ഉള്ളിലേക്കൊക്കെ എത്തിയ പോലെ ഇപ്പം തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും. തള്ളാണ് നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഇവിടെ ഒരട്ടം വന്നിക്കാന്നുണ്ടെങ്കിൽ ചെക്കൻ പറഞ്ഞത് ശരിയാട്ടോ, തമിഴ്നാടൊക്കെ മാറി. അടിഭാഗത്ത് ദീർഘദൂര ബസ്സുകളാണ്. ഇത് സിറ്റി ബസ്സുകൾക്കുള്ള ഇതാട്ടോ. സിറ്റി ബസ്സുകളാണ് മുകളിലുള്ളത്. ഈ റൂഫാണ് നമ്മൾ നേരത്തെ അപ്പുറത്തുനിന്ന് കണ്ടത്, ആ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ഒക്കെ പോലെ. അങ്ങനെ നമ്മൾ പഞ്ചപ്പൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുന്നു. ശബരിമലക്ക ഓക്കെ സ്വാമി ഒറ്റുള്ള താഴത്തുള്ള ശരിണ്ടാ. അതൊക്കെയാണ് ബസ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങള്. പക്ഷെ ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് മേലേക്ക് കയറി വരില്ലെന്ന് ഒന്ന് നോക്കണം നമുക്ക്. എന്താരോ ഇത് AC-ൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ അല്ല, നല്ല തണുത്ത കാറ്റാണ്. ഇത് നോക്കിയാണ് സെറ്റപ്പ് എങ്ങനെയുണ്ട്. ഇതിന് ഉൾവശത്തേക്ക് പോകണം. ഇവിടെ ഇതൊക്കെ എങ്ങനെ AC-ന്ന് വെക്കും, പക്ഷെ ഉൾവശത്ത് ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളിന് മാത്രമാണ് AC ഉള്ളത് കേട്ടോ. നല്ല അടിപൊളി ക്ലൈമറ്റാ. വല്ലാതെ ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏകദേശം സമയം 11 മണി ആയിട്ടുണ്ട്. തണുത്ത ക്ലൈമറ്റ്. അപ്പോൾ ഇത് ദീർഘദൂര ബസ്സുകൾ, അതായത് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ഈ റോഡ് മധുരൈ, സേലം, ചെന്നൈ, കോയമ്പത്തൂർ അങ്ങനെ തമിഴ്നാടിൻ്റെ പല ഭാഗത്തേക്കും പോകുന്ന ബസ്സുകൾ വന്ന് പാർക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. 8 പ്ലാറ്റ്ഫോം ഉണ്ട് കേട്ടോ. ഈ ഒരു ലൈന് മൊത്തം പ്രൈവറ്റ് ബസ്സാട്ടോ. VRR ഇത് ഗവൺമെൻറ് ബസ്സിന്. ഇതെങ്ങനെയുണ്ട് സെറ്റപ്പ്? എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട്. ലിഫ്റ്റ് ഉണ്ട്, ടോയ്ലറ്റ്. ഇവിടെ ഇതാണ് പ്രത്യേകത. ടോയ്ലറ്റിൽ മൂത്രയിക്കാൻ പൈസ കൊടുക്കണ്ട. നമ്മളെ കാലിക്കറ്റ് കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിലൊക്കെ മൂത്രയിക്കണിയിൽ ഇപ്പോഴും പൈസ കൊടുക്കണം. ഇവിടെ പിന്നെ അത് കണ്ടിട്ടില്ല. എസ്കലേറ്റർ ഇത് പണി മുടക്കി തോന്നുന്നത്. അതൊന്നും ഓപ്പൺ ആയിട്ടില്ല. ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റിലേക്കുള്ള തിരക്കൊക്കെയാണ്. ലിഫ്റ്റ് തന്നെ ഉള്ളൂ, ലിഫ്റ്റും എക്സ്കലേറ്റർ തന്നെ ഉള്ളൂ. കോണി കാണുന്നില്ല. അപ്പം ഇത് ലോക്കൽ ഈ ഒരു തിരുച്ചിറപ്പള്ളി ഏരിയ പറ്റും.
ടൗൺ ബസ്സസ് ഓൺലി, അതായത് ഗ്രാമങ്ങളിലും മറ്റേ ടൗൺ ബസ് കാര്യങ്ങളായിട്ടുണ്ട്. AC தேவையில்லைண்ணா, இங்கே ரொம்ப குளிரான காற்று, சூப்பராக இருக்கு. பழைய பஸ் ஸ்டாண்டு மாறியது, புதிய பஸ் ஸ்டாண்ட் மாறியது எப்படி இருக்கு? நல்லா இருக்கா, நல்லா இல்லை? சூப்பராக இருக்கு, சூப்பர். കേരളാവിൽ இந்த மாதிரி ஒரு பஸ் ஸ்டாண்ட் வரதுக்கு மினிமம் ஒரு 25 இயர் ஆகும். லேண்ட் வேணும்ல, നിങ്ങൾക്ക് லேண்ட் ഇഷ്ടം പോലെ லேண்ட் இருக்கு இங்கேயுமா? அங்கே இந்த ஷாப்பிங் காம்ப்ளெக்ஸ் என்ன ரூம்ஸா? മൾട്ടിപ്പിൾ മാൾ മാതിരി. ആ ഇതേ പിന്നെ നമ്മൾ പണി നടക്കണ പറഞ്ഞാണ്ട് അത് മാത്രം കാണിച്ചു. അതും ബസ് സ്റ്റാൻഡ് തന്നെ? അങ്ങേ ஹோட்டல் பஸ் ஸ்டாண்ட், மபசல் பஸ் ஸ்டாண்ட், மினி இது ஆம்னி பஸ் ஸ்டாண்ட், பிரைவேட் ஆம்னி பஸ் ஸ்டாண்ட் எல்லாம் இருக்கு. அப்ப கீழம்பாக்கம் இருக்கிற பஸ் ஸ்டாண்ட் மாதிரி. கீழம்பாக்கம் சேம். തമിഴ്നാട് ഒന്ന് നമ്പർ 1 കീളമ്പാക്കം. അപ്പൊ ഇത് சேம் കോമ്പറ്റീഷൻ താ. ഓക്കെ താങ്ക്സ് അണ്ണാ. അപ്പൊ ഇവിടെ സ്റ്റെയർ ഉണ്ട് കേട്ടോ. സ്റ്റെയറിലൂടെ നമുക്ക് പോയേക്കാം. സ്റ്റെയർ ഇല്ലാതെ വെറുതെ പറഞ്ഞു. ഈ റൂഫ് ചൂടെടുക്കാത്ത റൂഫാ തോന്നുന്നു. അതാണ് ഇത്ര ഒരു ഇത്. പിന്നെ ക്ലൈമറ്റും നല്ല കൂൾ ക്ലൈമറ്റ് ആണ്. ലൈറ്റ് ഒക്കെയാണ്. ആ ഇന്റീരിയർ ആണ് ഇതിന്റെ ആ ഒരു ഭംഗി എടുത്ത് കാണിക്കുന്നത്. ചെയറിന്റെ ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും എന്താണെങ്കിലും. പിന്നെ വൃത്തിയുടെ കാര്യത്തിൽ അടിപൊളിയാണ്. ഒരു ചപ്പ് ചവറുകളോ ഒരു പ്ലാസ്റ്റിക് കവറുകളോ ഒരു സാധനം ഈ ഒരു ബസ് സ്റ്റേഷൻ്റെ ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റിയില്ല. താഴത്ത് എന്താണ് അവസ്ഥ എന്ന് അറിയാം. ഇത് നോക്കിയാണ് എന്താണ് നീറ്റ് ആൻഡ് ക്ലീൻ. അതിന് ഇവർ ഈ ഒരു തൊഴിലാളികൾ ആണെന്നുണ്ടെങ്കിലും ക്ലീനിങ് സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിലും എല്ലാം അടിപൊളിയാണ്. മെയിൻ്റെനൻസ് കൊണ്ട് ചെയ്ത് ഇതിൽ തമിഴ്നാട് ഇപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിക്കണം. അടിഭാഗത്തേക്ക് പോയാൽ നല്ല അടിപൊളി ഗ്രാനൈറ്റ് ആണല്ലോ ഇതിൽ ഇട്ടിട്ടുള്ളത്. വർക്കൊക്കെ അടിപൊളിയാട്ടോ. നമ്മൾ ആ ചെന്നൈ കണ്ട അതേപോലെ തന്നെ ആ ഒരു മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഓൻ്റെ മോനെ വേറെ ലെവല്. നമ്മൾ RRTS സ്റ്റേഷൻ ഉണ്ടല്ലോ, അതായത് മീററ്റിൽ RRTS സ്റ്റേഷൻ ഉണ്ടല്ലോ. ഓ ഇത് നോക്കിയടി, ഒരു എയർപോർട്ട് എങ്ങനെയാണോ ആ ഒരു ഫീലാണ്. എங்கே എയർ കണ്ടീഷൻ. യെസ്, ഇതാണ് ഹോള് തന്നെ കേട്ടോ. ഓക്കെ, ഇതാണ് ഹോള്. ടിക്കറ്റ് കൗണ്ടർ, ഓംനി ബസ് സ്റ്റാൻഡ്. മോനെ വേറെ ലെവല്. എങ്ങനെയുണ്ട്? നിങ്ങളെ അഭിപ്രായം പറയും. എന്തോരം സെറ്റപ്പാണ്. ഇതിൽ എയറോൾ കൊടുത്തിട്ടുണ്ടോ? ഇതാണ് എയർ കണ്ടീഷൻ ബസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞത്. അല്ലാതെ പുറത്ത് ഫുള്ള് AC അല്ല. ഏതായാലും സംഭവം കൊള്ളാം. ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കിയാണ്. പിന്നെ ഇവർക്ക് പിന്നെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മളെ സംസ്ഥാനവുമായിട്ട് ഇവരെ കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റൂല. പിന്നെ പൈസ ഉണ്ടല്ലോ, നമ്മളെ മാതിരിയല്ല. പൈസയുണ്ട്, സ്ഥലമുണ്ട്. കുറേ സ്ഥലം ഒഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇത് പാർക്കിങ്ങിനായിട്ടുള്ള ഏരിയ കേട്ടോ. ഇത് പിറകുവശമാണ്. ഇതിന് മുൻവശം ആ സൈഡിൽ കൂടെ, നമ്മളാ വന്ന സൈഡിൽ കൂടെ ഇങ്ങനെ, അതാണ് മുൻവശം. പക്ഷെ ഇത് ബാക്ക് സൈഡിലുള്ള പാർക്കിംഗ് സ്പേസ് ഒക്കെയാണ്. എന്താ സെറ്റപ്പിലേ. 32 ഏക്കറിൽ 32.85 ഏക്കർ ഭൂമിയിലാണ് ഈ ഒരു ബസ് സ്റ്റാൻഡ് വന്നിട്ടുള്ളത്. പണ്ട് പാണ്ടിപ്പട സിനിമയിൽ ദിലീപ് പറഞ്ഞ പോലെ ആ 30 ഏക്കർ ഭൂമി കേരളത്തിന് കിട്ടിയെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു അടിപൊളി ബസ് സ്റ്റാൻഡ് നമുക്കും കിട്ടും. പക്ഷെ നമ്മുടെ നിർമ്മാണ മഹാത്ഭുതം, ആധുനിക മലയാളത്തിൻ്റെ നിർമ്മാണ മഹാത്ഭുതമാണ് കോഴിക്കോട് KSRTC സ്റ്റാൻഡ്. പല കെട്ടിടത്തിനും പല തരത്തിലുള്ള പ്രത്യേകതകളുണ്ട്. സൂര്യൻ്റെ കിരണം അല്ലെങ്കിൽ പ്രകാശരശ്മികൾ, അൾട്രാ വയലറ്റ് ശരീരത്തിലേക്ക് വരുമ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടുള്ള പ്രകാശരശ്മികൾ ഉള്ളിലേക്ക് കടക്കാത്ത വിധത്തിലുള്ള നിർമ്മാണമാണ് കോഴിക്കോട് KSRTC സ്റ്റാൻഡ് കേട്ടോ. സംഭവം ആ ഒരു സ്ഥലത്ത് കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവിടെ ആ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ബസ്സുകൾ മതിയാർക്ക് ഓടിച്ചെടുക്കാൻ പറ്റാത്ത കോലത്തിലുള്ള തൂണുകളാണെന്നുള്ളൂ. കരുണാനിധി അവരാ കളയഞ്ചിറ ചെറുപ്പത്തിലുള്ള ഫോട്ടോ കേട്ടോ. കളയഞ്ചിറ പേരിലാണ് ഈ ഒരു ബസ് സ്റ്റാൻഡും വന്നിട്ടുള്ളത്. കീളമ്പാക്കത്തുള്ള ബസ് സ്റ്റാൻഡും കളയഞ്ചിറ പേരിലാണ്. കളയഞ്ചിറ എന്ന് പറയുന്നത് കരുണാനിധി മുൻ മുഖ്യമന്ത്രിയുടെ ചെറുപ്പകാലത്തിലെ ചിന്നപ്രായത്തിലുള്ള ഫോട്ടോ ഇങ്ങ് പോട്ടിരിക്കേ. പിന്നെ പ്രമാദമാണ് ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു പ്ലാസ്റ്റിക് കവറ് കൂടെ ഇങ്ങേന്ന് പാത്തതില്ലേ. അതായത് വൃത്തിയുടെ കാര്യത്തിൽ 100 മാർക്ക് കൊടുക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ബസ് സ്റ്റാൻഡിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ. പിന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ട് സംഭവമുണ്ട്, പ്രൈവറ്റ് കമ്പനിയാണ് ഈ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത്. ഇവിടുത്തെ മാത്രമല്ല ചെന്നൈയിലും. അപ്പോൾ അതൊരു മുതൽക്കൂട്ടാണ്, അല്ലെങ്കിൽ ഒരു മാറ്റത്തിൻ്റെ തുടക്കമാണ്. ഇതേപോലത്തെ സംഭവങ്ങൾ അല്ലെങ്കിൽ ഇതേപോലെ ഇത്രയും പൈസ മുടക്കിയിട്ട് സംഭവങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് പ്രൈവറ്റിന് കൊടുക്കുക. അപ്പം തന്നെ സംഭവം ഉഷാറാവും. ഇനി ടോയ്ലറ്റിൻ്റെ കാര്യമായാലും എന്തായാലും ക്ലീനിങ്ങിന് ഇഷ്ടം പോലെ സ്റ്റാഫാണ്. അപ്പൊക്കെ എങ്ങനെ, അതായത് ഒരു ടീമാണ്ട് പോയതിനു ശേഷം അതിൻ്റെ ബാക്കിലൂടെ അങ്ങനെ പിന്നെ ആൾക്കാർ ക്ലീൻ ചെയ്ത് പോകുക. ആദ്യമായിട്ട് ഫുള്ളി എയർ കണ്ടീഷണഡ്
എയർ കണ്ടീഷൻ, അതായത് ശീതീകരിച്ച ബസ് സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തിരുച്ചിറപ്പള്ളി കോർപ്പറേഷന്റെ കീഴിൽ തമിഴ്നാട് സർക്കാരാണ് ഈ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. തമിഴ്നാടിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അവർ ഇത് നാടിന് സമർപ്പിച്ചിട്ട് കുറച്ച് ദിവസമായി. ഏതായാലും പഴയ തിരുച്ചിറപ്പള്ളി ബസ് സ്റ്റാൻഡിൽ നിന്ന് അധികം ദൂരമില്ലാത്തത് കൊണ്ട് തന്നെ ആളുകൾക്ക് പെട്ടെന്ന് ഇവിടെ എത്തിപ്പെടാൻ പറ്റും. നമ്മൾ ചെന്നൈയിലുള്ളത് പോലെ കുറേ ദൂരത്തിലല്ല. സംഭവം ഏതായാലും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ 6 എക്സ്കലേറ്റർ വരെ ഈ ഒരു ബസ് സ്റ്റേഷനിലുണ്ട്. കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡ് അത് ഡിസൈൻ ചെയ്ത ആളുകൾ അത്ര ലാൻഡ്, അവിടെ ലാൻഡിന് പരിമിതി ഉണ്ട്, നമ്മൾ അങ്ങനെ ഇതാക്കി പറയണ്ട. പക്ഷേ ഇവിടെ വരിക്കാനുള്ള ഇഷ്ടം പോലെ ലാൻഡ് ഉണ്ട്. ഏതായാലും ഇത്രയും അടിപൊളി മനോഹരമായിട്ടുള്ള, അതായത് ഉള്ള സ്ഥലങ്ങൾ പരമാവധി ഉൾപ്പെടുത്തി ഒരിക്കലും ഇഷ്ടം പോലെ സ്ഥലം ഇത് നീട്ടിക്കൊണ്ടുപോകുന്ന പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും തിരുച്ചിറപ്പള്ളിയിലുള്ള ആളുകൾക്കും അതേപോലെ തമിഴ്നാടിനും എടുത്തു പറയാൻ പറ്റുന്ന ഒരു വികസന കാര്യമാണ് ഈ ഒരു തിരുച്ചിറപ്പള്ളി കോർപ്പറേഷന്റെ കീഴിലുള്ള ഈ ഒരു ബസ് സ്റ്റാൻഡ്. തമിഴ്നാട് സർക്കാരിന് ഒരു പുൻതോവിൽ കൂടിയാണ്. കാരണം ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഇത്രയും ഫുള്ളായിട്ട് എയർ കണ്ടീഷൻഡ് ബസ് സ്റ്റാൻഡൊക്കെ നിർമ്മിക്കാന്ന് പറഞ്ഞാൽ അവരെ ലെവല് എവിടെ എത്തി. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട പോലെ നമ്പർ 1 തമിഴ്നാട് എന്ന് പറയുന്നതിന് അവർക്കൊരു കുഴപ്പമില്ല, അവർക്കത് പറയാനുള്ള അവകാശമുണ്ട്. ഏതായാലും തമിഴ്നാട് അടിപൊളിയാണ്, അടിപൊളിയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവരെ ഈ ബാറ്ററി വെഹിക്കിളിൽ ഈ ഒരു ബസ് സ്റ്റാൻഡ് ചുറ്റിക്കറങ്ങാൻ വേണ്ടി പോകുകയാണ്. അപ്പോൾ നമ്മൾ ഇവരോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുണ്ട്. കാരണം ഇവർ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ഇവരാട്ടോ. അപ്പോൾ ഇവരെ നമ്മളോടൊന്ന് ചുറ്റിക്കറങ്ങി. നമ്മൾ മുമ്പ് കളയഞ്ചർ ബസ് സ്റ്റാൻഡ്, അതായത് ചെന്നൈയിലുള്ള ആ ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബസ് ടെർമിനൽ, അത് അങ്ങനെ തന്നെയാണ് ഗൂഗിൾ ചേച്ചി നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ ആ ഒരു വീഡിയോ നല്ല റീച്ച് ആയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം 40 ലക്ഷത്തിലധികം ആളുകൾ നമ്മളെ വീഡിയോനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇവർ ഈ സംഭവങ്ങളൊക്കെ പ്രായമായിട്ടുള്ള ആളുകൾക്ക് അതേപോലെ ഗർഭിണികൾക്കൊക്കെ ഫ്രീ ആയിട്ടാണ് ബാറ്ററി വെഹിക്കിൾ സർവീസ് നടത്തുന്നത് കേട്ടോ. ഒമ്നി ബസ് സ്റ്റാൻഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കണം. ഒമ്നി ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ദീർഘദൂര ബസ്സുകൾ, നമ്മൾ ബുക്ക് ചെയ്ത് പോകുന്ന ബസ്, അത് പാർക്ക് ചെയ്യാനുള്ള അതിൻ്റെ പണികൾ ഇങ്ങനെ നടന്നുകൊടുക്കുകയാണ്. 3 മാസം കൊണ്ട് അതിൻ്റെ പണികൾ പൂർത്തിയാകുമെന്നാണ് ഇവർ പറയുന്നത്. നീറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ ഉള്ളത് പറയല്ലോ, മുമ്പൊക്കെ നമുക്കൊരു തോന്നലുണ്ട് ഇനി നമ്മളാണ് എല്ലാം കൊണ്ടും ഉഷാറെന്നുള്ളത്. പക്ഷേ ചില സ്ഥലത്തൊക്കെ പോകുമ്പോഴാണ് ഒന്നുമല്ല. പിന്നെ ഇവിടെ വരുന്ന ആളുകളും ഈ ഒരു വൃത്തി കാത്തു സൂക്ഷിക്കണം. അതാണ് മെയിൻ. കുറേ പൈസ മുടക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, ഈ ഒരു വൃത്തിയായിട്ട് സൂക്ഷിക്കുക, അതാണ് മെയിൻ. ഇത് ലോക്കർ റൂം ആട്ടോ. ലോക്കർ റൂമിൻ്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളും നോക്കിയാണ് ചാവി നമുക്ക് തന്നെ കിട്ടും. സാധാ നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ബാഗ് കൊണ്ട് വെച്ച് പോവുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നല്ല സെറ്റപ്പിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഇത് നോക്കിയാണ് എത്ര പോരാ പ്ലാറ്റ്ഫോമാണ്. ഇതാണ് നമ്മൾ കണ്ട തിരുച്ചിറപ്പള്ളി സിറ്റി കോർപ്പറേഷൻ ആ ഒരു സംഭവങ്ങളൊക്കെ. ബസ് പാർക്കിങ്ങും ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു സാധനം, ഇതാണ് നമ്മൾ കണ്ട ഫുൾ എയർ കണ്ടീഷൻഡ് ഏരിയ. ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തൊന്നും എയർ കണ്ടീഷൻ ഇല്ല. ഇനി ഇതിൽ ഒമ്നി ബസ് സ്റ്റേഷൻ വേറെ വരാണ്ട്. ഇത് നോക്കിയാണ് നിങ്ങൾ എത്ര പോലെ ഏക്കർ, കാരണം ഇവർക്ക് ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. ഇതിൽ നമുക്ക് തമിഴിലാണ് എഴുതിയിട്ടുള്ളത് 32.85 ഏക്കർ, 32.5 ഏക്കറിലാണ് ഈ ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചിട്ടുള്ളത്. 408.36 crore, 408.36 കോടി രൂപയിലാണ് ഇത്രയും വലിയ ബസ് സ്റ്റേഷന് തയ്യാറാകുന്നത് കേട്ടോ. ഇവിടെ ഈ ഒരു ബസ് സ്റ്റാൻഡിന്റെ പണി നടന്നുകൊടുക്കുന്ന സമയത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ശിലാസ്ഥാനം, അതായത് തറക്കല്ലിടുന്ന പണി, അത് കഴിഞ്ഞ ശേഷം തറക്കല്ലിടുന്നു. തമിഴ്നാട് ആണ് ഇത് ആര് அமைச்சரா இந்த டைமா ஃபர்ஸ்ட் டைமா இந்த டைமா அப்போ ரொம்ப ஃபாஸ்ட்டாக முடிஞ்சிருக்கு. ഓക്കെ, അപ്പോൾ തിരുച്ചിയിലുള്ള ഈ മന്ത്രിയാണ് ഇത് തറക്കല്ലിട്ടത്. തറക്കല്ലിടൽ ചടങ്ങാണ്. അതിനുശേഷം മണ്ണ് മാറ്റുന്നു, പൈലിംഗ് പണികൾ, പിന്നെ പൈലിംഗ് പണികൾ ഇതൊക്കെ ഇവിടെ, പിയറിൻ്റെ പണികൾ, പൈൽത്തോ പൊട്ടിക്കുന്ന പണികൾ, ബസ് സ്റ്റാൻഡിൻ്റെ ആ ഒരു ആകൃതി, ഇതാണ് നമ്മൾ ആ ഒരു ഇതിൽ കണ്ട കവാടം, അതായിട്ടുണ്ട്. മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ എപ്പോഴെപ്പോഴും ഇവിടെ യാത്രകളും മറ്റൊക്കെ നടന്നിട്ടുണ്ട്. വിലയിരുത്തൽ മീറ്റിങ്ങുകളും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഇത് നമ്മളെ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ, നമ്മളെ ആക്ടറാണ്, സ്റ്റാലിൻ സാറിൻ്റെ മകൻ. ഇത് വിലയിരുത്തലും കാര്യങ്ങൾ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഗാർഡനിങ് പണികൾ, പിന്നെ ക്യാമറ ഡിസ്പ്ലേ പണികൾ, LED ലൈറ്റ്, ഇൻറ്റീരിയർ പണികൾ, ബസ് സ്റ്റാൻഡിൻ്റെ കോല എങ്ങനെ ആയിട്ടുണ്ട്, പുട്ടിയിടുന്ന പണികൾ, ഇതൊക്കെയാണ് ഫൈനൽ ലുക്ക്. ഇതാണ് ബസ് സ്റ്റാൻഡിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ ഏതായാലും തമിഴ്നാട് ഗവൺമെൻറ്റിന് ഒരു അഭിനന്ദനങ്ങൾ. ഇതൊക്കെയാണ് ഈ ക്ലീനിങ് ആണ് ഇവർ മെയിൻ. ഇവിടെ ഒന്നും ഒരു കച്ചറ കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ സംഭവം ഇതിൻ്റെ രീതിയിൽ എല്ലാം പ്രൈവറ്റിന് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ബാറ്ററി വണ്ടികളൊക്കെ ഫ്രീ ആട്ടോ. അതായത് മുതിർന്ന പൗരന്മാർക്കും ഗർഭിണികൾക്കൊക്കെ ഫ്രീ ആയിട്ട് സർവീസ് ആണ് ഇവിടെ ഈ ഒരു ഇവർ പ്രൊവൈഡ് ചെയ്യണേ. ഇതാണ് ഫ്രണ്ടിലുള്ള പാർക്കിംഗ് കേട്ടോ. 24 മണിക്കൂറും ആംബുലൻസ് ഉണ്ട് ഇവിടെ. ഇവിടെ നമ്മളെ കളയഞ്ചിറ ഒരു അടിപൊളി പ്രതിമ സ്റ്റാച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബസ് സ്റ്റാൻഡിൻ്റെ
മുൻവശം കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ കണ്ട പണി നടക്കുന്ന ആ ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ ഈ പദ്ധതിയുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആ ഒരു വർക്ക് നോക്കിയാണ് നിങ്ങൾ സാധാ മാർബിളിൽ ചെറിയൊരു ഇതിൽ കൊടുത്തതല്ല, സംഭവം അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ എൻട്രൻസ് അതാണ്. 30/12/2021, ഇപ്പോൾ 2025, 4 വർഷമാണിന് മുമ്പ്, അതായത് 4 വർഷം തികയുന്നതിന് മുമ്പ് ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ പണി കഴിഞ്ഞു നാടിന് സമർപ്പിച്ചു. കളയഞ്ചിറ ഒരു അടിപൊളി സ്റ്റാച്യു കൊടുത്തിട്ടുണ്ട്. കളയഞ്ചിറ പേരിലാണ് ഈ ഒരു ബസ് സ്റ്റാൻഡ് ഉള്ളത് കേട്ടോ. കേളമ്പാക്കം ബസ് സ്റ്റാൻഡും കളയഞ്ചിറ പേരിലാണ്. ഈ ഒരു തിരുച്ചിറപ്പള്ളിയിലുള്ള ഈ ഒരു ബസ് സ്റ്റേഷനും കളയഞ്ചിറ പേരിലാണ്. അപ്പോൾ ഇതാണ് ബസ് സ്റ്റേഷൻ്റെ ഫ്രണ്ട് എന്നുള്ള വ്യൂ കേട്ടോ. ഇതാണ് മെയിൻ എൻട്രൻസ്. അല്ലെങ്കിൽ ചൂട് ഉള്ളുന്ന് കളങ്കർ ഇതൊക്കെയാണ് എല്ലാവർക്കും എല്ലാം. ഓക്കെ, ഇത് നമ്മളെ അച്ഛൻ മകൻ അച്ഛൻ രണ്ടാളും ഒന്നിനൊന്ന് മെച്ചം. പിന്നെ എല്ലാ ബാങ്കിൻ്റെയും ATM ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ ജനങ്ങൾക്കും കൂടി ഒരു ഉപകാരമുള്ളത്. നമ്മളെ പല സ്ഥലത്തും ഇങ്ങനെയുള്ള പല റെയിൽവേ സ്റ്റേഷനിൽ പോലും ATM കൗണ്ടർ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ATM ആ സൈഡിലുണ്ട്, ഈ സൈഡിലുണ്ട്. ഇതിന് പുറമെ മൊബൈൽ ATM ഉണ്ട്. പിന്നെ ഈ ചില റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ കോഴിക്കോടൊക്കെ മിനിമം 500 രൂപ മാത്രമാണ് ATM എന്ന് കിട്ടുള്ളൂ. അപ്പോൾ ചില ചെക്കന്മാരൊക്കെ ചിലപ്പോൾ 300 രൂപയിൽ ടിക്കറ്റിനുള്ള പൈസ ഒക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇന്നാൾ ഞാൻ ഒരു ചെക്കനെ സഹായിച്ചു. ഓനക്ക് എന്തോ ടിക്കറ്റിൻ്റെ പൈസക്ക് 200 കിട്ടണില്ല, പൈസ അതുള്ളൂ. അപ്പം നമ്മൾ നമുക്ക് ജീപ്പായിട്ടൊന്നും അങ്ങനെ ഇത് കൊടുത്തു. അങ്ങനെ അങ്ങനത്തെ ബുദ്ധിമുട്ടാക്കുന്ന പല പരിപാടിയുണ്ട്. ഇവിടെ എല്ലാം സെറ്റാണ്. എക്സ്കലേറ്ററിൻ്റെ ഭാഗത്ത് എപ്പോഴും ഒരാളുണ്ടാവും കേട്ടോ. എപ്പോഴും ഇവിടെ ഈ പ്രായമായിട്ടുള്ള ആളുകൾക്കും കുട്ടികൾക്കൊക്കെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഒരാളുണ്ടാകും. ആ കാര്യത്തിലൊക്കെ പക്കയാണ്. പിന്നെ ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു സംഭവമുണ്ട് വൃത്തിയുടെ കാര്യത്തിൽ. പ്രൈവറ്റിന് കൊടുത്തുകൊണ്ട് ആ ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ കോഴിക്കോട് KSRTC സ്റ്റാൻഡിലും അതേപോലെ വൈറ്റില ഹബ്ബ് അവിടെയൊക്കെ ഈ സ്റ്റാൻഡിൽ നമ്മൾ മൂത്രയിച്ചുകാന്നുണ്ടെങ്കിൽ 2 രൂപ കൊടുക്കണം. അതായത് മൂത്രയിക്കാൻ നമ്മൾ 2 രൂപ കൊടുക്കണം. ആ ഒരു സൗകര്യം പോലും ഫ്രീ ആയിട്ട് നമ്മുടെ അത് ഞാൻ പറഞ്ഞില്ല, നമുക്ക് പോകണില്ല റെയിൽവേ സ്റ്റേഷനിലേക്ക്. പിന്നെ അത് സംഭവം ലേലത്തിന് പൊളിച്ച് അങ്ങനെ ആയിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലും ഇതേപോലെ വലിയ പ്രോജക്റ്റൊക്കെ വരുമ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് പ്രൈവറ്റിന് തന്നെ കൊടുക്കണം. ഇപ്പോൾ റെയിൽവേൻ്റെ കാര്യം കണ്ടെങ്കിൽ റെയിൽവേ ഫുള്ള് പ്രൈവറ്റാണ്. പെട്ടെന്നാണ് ക്ലീൻ ആക്കുന്ന പരിപാടികളും മറ്റൊക്കെ ചെയ്യണത്. ഇനി ക്ലീൻ ആക്കലും മറ്റൊന്നും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പനിക്ക് ആരെങ്കിലും പരാതിപ്പെടുമോ എന്നുള്ളൊരു പേടി. നമ്മളപ്പോൾ ഈ ഒരു ബാറ്ററി വെഹിക്കിളിൽ ഇതിന് മുകളിലോട്ട് റൂഫിലേക്ക്, അതായത് മുകളിലാണ് സിറ്റി ബസ് മുകളിലാണ്. താഴെയുള്ള ഈ ഭാഗത്തൊക്കെ ഉള്ളത് നമ്മളെ ഔട്ടറിംഗ് ബസ്, സിറ്റിക്ക് വെളിയെ പോണേ തഞ്ചാവൂർ, കോയമ്പത്തൂർ, സേലം, ഈ റോഡ് അന്തമാരി പോണ ബസ്സുകളാണ് ഈ ഒരു ഏരിയയിലുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട മുകൾ ഭാഗത്തേക്ക് ഇതിൽ തന്നെ പോയി നോക്കണം. പിന്നെ നമ്മൾ അവിടെ കണ്ടല്ലോ ATM, അതിന് പുറമെ മൊബൈൽ ATM കണ്ട് സഞ്ചരിക്കുന്ന ATM ഉണ്ട്. ഇവിടെ 8 പ്ലാറ്റ്ഫോമുകളാണുള്ളത് കേട്ടോ. അതായത് ഓരോ ഏരിയയ്ക്ക് ഓരോ പ്ലാറ്റ്ഫോം, ഓരോ ഏരിയ ഇങ്ങനെ തരം തിരിച്ചിട്ട് 8 പ്ലാറ്റ്ഫോമുകളുണ്ട്. സംഭവം പ്ലാറ്റ്ഫോം ആയാലും ഉൾഭാഗത്തായാലും വൃത്തിയുടെ കാര്യത്തിൽ 100 മാർക്കാണ്. ഞാൻ അങ്ങനെ പറയുന്നതല്ല, നമ്മളെ പല സ്ഥലത്തും. എറണാകുളമാണല്ലോ അപ്പോൾ നമ്മളെ അടിപൊളിയായിട്ടുള്ള സ്ഥലം. അവിടുത്തെ KSRTC സ്റ്റാൻഡിൻ്റെ അവസ്ഥയും അതൊക്കെ ഒന്ന് കണ്ടാൽ മതി. പിങ്ക് പെട്രോളിംഗ് വെഹിക്കിളൊക്കെയാണ് ഇത്. ഈ ഒരു സംഭവം തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഇൻസ്റ്റാ പേജിൽ കണ്ടിരുന്നു. സംഭവം ഉഷാറായിട്ടുണ്ട്. കുറച്ച് പൈസ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ അത്രക്ക് ഉഷാറൊന്നും ആക്കണ്ട, யாரும் தடையிடானில்லை. தமிழ்நாடு இந்த மாதிரி போக்கு போனால் തമിഴ്നാട് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റേറ്റായി മാറിയിടും. ഇപ്പോഴും ഈ ഒരു സംസ്ഥാന സർക്കാരും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിൽ യോജിച്ചിട്ടല്ല പോണ്. പക്ഷെ എന്നാലും ഇവരേക്കിൽ പൈസ ഉള്ളതുകൊണ്ട് ഇവർക്ക് പ്രശ്നമില്ല. ഇതേപോലെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ള പല തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും തമിഴ്നാടിൻ്റെ പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ തമിഴ്നാട് പണ്ടത്തെ പോലെയല്ല. 10 വർഷം മുമ്പ് ചെന്നൈയിൽ പോയ ഒരാൾ ഇപ്പോൾ 10 വർഷത്തിന് ശേഷം പോകുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം കാണാൻ പറ്റും. പിന്നെ ഞാൻ കണ്ടൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഷോപ്പിലും സിഗരറ്റ്, അതേപോലെ നമ്മളെ തമ്പാക്കു, ഗുഡ്ക അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇതിനുള്ളിൽ നിന്ന് കിട്ടേയില്ല കേട്ടോ. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് സംഭവങ്ങൾ കൊണ്ടെടുക്കുന്നത്. പിന്നെ നമ്മൾ ഇപ്പോൾ പൊതുവേ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് തമിഴ്നാട്ടിൽ നമ്മളിപ്പോൾ എവിടെ കീഴെ ബുക്ക് പണി പോകുന്നത്. ഓക്കെ, നമ്മളെ ഈ ഒരു സംഭവം ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ട്, സാറേ ഇന്ന സ്ഥലത്തേക്കുള്ള ബസ് എപ്പോഴാണ്, അപ്പോൾ തമിഴ്നാട് പീപ്പിൾ ആയാലും ആരായാലും പ്രായമായിട്ടുള്ള സ്ത്രീകളായാലും ആര് ചോദിച്ചാലും പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് റീപ്ലൈ ഇട്ടു. അതായത് ആരെയും ചൂടാകാതെ അങ്ങനത്തെ റീപ്ലൈ കാര്യങ്ങളൊന്നുമില്ല. നല്ല സൂപ്പറായിട്ട് ഇപ്പോൾ ഇന്ന സമയത്ത് ബസ് വരും അങ്ങനത്തെ റീപ്ലൈകളും. പിന്നെ ഈ ഉള്ളിൽ സിഗരറ്റ്, തമ്പാക്കു അങ്ങനത്തെ പരിപാടികളോ, ഈ ഉള്ളിൽ തുപ്പി വെക്കുക അങ്ങനത്തെ ഈ
ബാത്റൂം വേസ്റ്റ് ആക്കുക, ഈ ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്നിട്ട് വെള്ളടിക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നും നമുക്കിവിടെ കാണാൻ പറ്റില്ല. അത്രയും നീറ്റ് ആൻഡ് ക്ലീനിങ് ആണ് ഇവർ ഈ ഒരു മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ. പ്രത്യേകിച്ച് സിഗരറ്റിൻ്റെ സ്മെല്ലോ അതേപോലെ ഗുഡ്ക അങ്ങനത്തെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതൊക്കെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ട് സംഭവങ്ങളാണ്. അപ്പം ഇങ്ങനത്തെ മാറ്റങ്ങൾ നമ്മളെ കേരളത്തിലും വരണം. ഇത് ഈ ഒരു തമിഴ്നാട് നമ്മൾ എപ്പോഴും പറയുന്നത് തമിഴ്നാട് എത്രയോ മുന്നിലാണ്. ரொம்ப ദൂരം പോയിട്ടേ സ്വാമി എന്ന് പറഞ്ഞ മാതിരി ரொம்ப ദൂരം പോയിട്ടേ ഇരിക്കും. നമ്മ ഇപ്പോഴും അപ്പോഴേ കിടക്ക്. അപ്പം എപ്പടി നമ്മ ഊരെല്ലാം നന്നാവും. ഇത് അടിഭാഗത്തുള്ള ബൈക്ക് പാർക്കിംഗ് ആട്ടോ. അതൊക്കെയാണ് തിരുച്ചിറപ്പള്ളിയിലുള്ള ഇരുചക്ര വാഹനങ്ങൾ മൊത്തം ഇവിടെ ഉണ്ട് വന്നത്. ഇത്രമാത്രം വാഹനങ്ങളാണ്, ഇരുചക്ര വാഹനങ്ങളാണ്. പണിക്ക് പോകുന്ന ആൾക്കാർ ബൈക്കിനായിട്ടാണ് ഈ ഒരു താഴ്ഭാഗത്തെ പാർക്കിംഗ് അനുവദിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് തമിഴ്നാടിൻ്റെ മൊത്തത്തിലുള്ള മാറ്റമല്ല, പുതിയ മാറ്റങ്ങൾ വരുമ്പം അതിനനുസരിച്ചിട്ടുള്ള എല്ലാ സ്ഥലത്തും അതിൻ്റെ ഒരു എന്തായാലും വരുമല്ലോ. പക്ഷേ ഇവിടെ ഇങ്ങനെ മാറിയതുകൊണ്ട് ഈ ഒരു സ്ഥലമാണ് ഉഷാറായി. ഇതേപോലെ എല്ലാ സ്ഥലവും ഭാവിയിൽ മാറ്റും അല്ലെങ്കിൽ മാറ്റിയെടുക്കും അവർക്ക് അതിനുള്ള ഒരു വകുപ്പുണ്ട്. തിരുച്ചിറപ്പള്ളി കോർപ്പറേഷൻ്റെ കീഴിൽ തമിഴ്നാട് സർക്കാരാണ് വെറും 4 വർഷം കൊണ്ട് 408 കോടി രൂപ മുടക്കിയിട്ട് ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. സംഭവം ഡിസൈനും കാര്യങ്ങളും എല്ലാം ഉഷാറാണ്. നമുക്കിതൊരു പ്രത്യേക അനുഭവമാണ്. ഫുള്ളി എയർ കണ്ടീഷൻ ചെയ്ത ഒരു ബസ് സ്റ്റാൻഡ്. അത് നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ വെറും 4 വർഷം കൊണ്ടാണ് ഇതിൻ്റെ പണികൾ കഴിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും തമിഴ്നാട് സർക്കാരിന് ഒരു അഭിനന്ദനം. എല്ലാ സ്ഥലവും ഇതേപോലൊന്നും അല്ല കേട്ടോ. നേരെ കോയമ്പത്തൂർക്ക്, ഈ ഒരു തിരുച്ചിയിൽ നേരെ കോയമ്പത്തൂർക്ക് ബസ്സിന് പോവാണ്. അപ്പോൾ നമുക്ക് 1-to-1 ബസ് പിടിക്കണം. ഇതൊക്കെ 1-to-1 ബസ്സുകളാട്ടോ. ഇതൊക്കെയാണ് 1-to-1, അതായത് ഒരു സ്റ്റോപ്പ്. ഇതെങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇത് ഫുള്ള് 1-to-1 ബസ്സുകളാണ് തമിഴ്നാട്. കാരണം റോഡ് നന്നായതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഈ ഒരു സർവീസ് നടത്താം. മധുരൈ അടുത്ത മധുരൈ ഫുള്ള് 1-to-1 ദിണ്ടിഗൽ എക്സ്പ്രസ് ഇടി അതേപോലത്തെ സംഭവം കിട്ടും. അതായത് റെക്കോർഡിംഗ് ആണ്, വേറെ പണികളൊന്നുമില്ല. 1-to-1 ദിണ്ടിഗൽ. അപ്പോൾ കോയമ്പത്തൂരേക്കുള്ള ബസ് പ്ലാറ്റ്ഫോം നമ്പർ 3-ലാണ്. അപ്പോൾ നമുക്ക് കോയമ്പത്തൂർ ഭാഗത്തേക്കുള്ള ബസ് ഇതേപോലെ 1-to-1 ബസ് അതിൽ കയറാം. 1-to-1 ബസ് ആകുമ്പോൾ ഡയറക്റ്റ് തിരുച്ചിറപ്പള്ളി വിട്ടുകാന്നുണ്ടെങ്കിൽ പിന്നെ അടുത്തത് കോയമ്പത്തൂരെ സ്റ്റോപ്പ് ഉണ്ടാവും. കോയമ്പത്തൂർ വണ്ടിക്ക് പോകാൻ പറ്റും. അണ്ണാ பஸ் ஸ்டாண்ட் எப்படி இருக்கு சொல்லுங்க. பஸ் ஸ்டாண்ட் சூப்பராக இருக்குது. பொதுமக்கள் எல்லாம் ஹாப்பி. ரொம்ப பிரமாதமான பஸ் ஸ்டாண்ட் தான். அண்ணன் சொல்லுது முன்னாடி கோயம்புத்தூர் தான் சுத்தமான இருந்தது. சுத்தமான விருத்தியில இருந்தது. இப்ப திருச்சி எப்படி இருக்கு? இப்ப திருச்சி ரொம்ப சுத்தமா இருக்கு. ரொம்ப இதோட சுத்தம் தான் சென்னை பஸ் ஸ்டாண்ட்ல சூப்பரா இருக்கு. திருச்சி பார்த்து போனதில்ல, ஆனா இங்க இப்ப ரொம்ப சுத்தமா இருக்கு. நீட் அண்ட் கிளீன், ரொம்ப நீட்டா இருக்கு. ഞാൻ പറഞ്ഞത് വൃത്തിയുടെ കാര്യത്തിൽ അടിപൊളിയാണ്. വൃത്തി മീൻസ് ശുദ്ധം. തമിഴ്നാട് ரொம்ப ദൂരം പോയിട്ട് ரொம்ப நல்ல சுத்தமா இருக்கு. எல்லாரும் ஏசியில உட்கார்ந்து இருக்கலாம். அந்த மாதிரி ஒரு பஸ் ஸ்டாண்ட். ஏசி நல்லா இருக்கு. அந்த மாதிரி வரும்னாலாம் நினைச்சு கூட பார்க்கல. நீங்க எந்த ஊரு? நாங்க பக்கத்துல விராலிமலை தான். நான் வந்து கேரளா வந்து காலிக்கட். ஓகே, எல்லாருக்கும் நல்ல அபிப்பிராயമാണ്. சூப்பரா இருக்குல்ல? நல்ல சூப்பர். இந்த மாதிரி ഒരു ബസ് സ്റ്റാൻഡ് വേറെ എതിർപ്പാക്കവേ ഇല്ല இந்த மாதிரி. അതാണ് ഞാൻ പറഞ്ഞത്. ആൾക്കാരൊക്കെ നല്ല ഹാപ്പിയിലാണ്. അപ്പോൾ ഓക്കെ, ശരി അണ്ണാ, താങ്ക്സ് അണ്ണാ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ഇതെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ബസ് വന്നാ നമ്മൾ പ്രൈവറ്റാണ് ബുക്ക് ചെയ്തത്. പ്രൈവറ്റിന് 300 രൂപ. ഈ 1-to-1 ബസ്സിന് 235. നമ്മൾ ഇവിടുന്ന് ബുക്ക് ചെയ്താ കേട്ടോ. ഇത് നമുക്ക് 300 രൂപ. 300 തന്നെ. 300 നമുക്ക് ഏതാ ബസ് കയറിങ്ങൾ ഇതൊക്കെ ഈ വരുന്ന ബസ് ഇതാണ് yugo.com. സൂപ്പർ സർവീസ്. വാക്കലാം ഉള്ള പോയിട്ട് ഫസ്റ്റ് ടൈം ഇതാ. അപ്പം നമ്മൾ ഇത് നമ്മളെ തമിഴ്നാട് ബസ്സിൽ നമ്മൾ പോയില്ല. ഇതിനൊക്കെ പൈസ കമ്മി തന്നെ இந்த ബസ്സിന്. അത് ട്രാവൽ പണ്ണത് കൊഞ്ചം ഇതായിരിക്കും. ഇലക്ട്രിക് ബസ്സാ? നീങ്ക ரொம்பவே പോയിട്ടേ സ്വാമി. അപ്പം നമ്മളിത് ഇലക്ട്രിക് ബസ്സിലാണെന്ന് പോണത്. പക്ഷേ ഇത് ഡയറക്റ്റ് കോയമ്പത്തൂർ കേട്ടോ. ഓക്കെ, 3 മണിക്കൂർ 250. 3 മണിക്കൂർ കൊണ്ട് അവിടെ എത്തുന്നാണ് പറഞ്ഞത്. അല്ല, ട്രാവൽ ടൈം എവ്വളോ? 4.5 hours. ഓക്കെ, 4.5 മണിക്കൂറാണ് യാത്ര ടൈം. ഗവൺമെന്റ് ബസ്സിൽ 5 hours. ഓക്കെ, ഇതിലാണ് നമ്മൾ പോണത്. ഇലക്ട്രിക് TN12A ന്യൂഗോ ഇലക്ട്രിക് ബസ്. ഇതിലാണ് നമ്മളിന്ന് പോണത് കേട്ടോ. ബസ് സെറ്റ്. ഓക്കെ, താങ്ക്സ് ബ്രോ. ഓക്കെ, സീറ്റ് കൊടുക്ക്. എന്താ ബ്രോ? 6 ബസ് ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളിയാണ്. ഏതാ നമ്മളെ സീറ്റ്? ബസ് ഒരു മോനെ ഫുൾ AC ആയിട്ട് തണുത്ത് വറക്കുമോ? ഫുഡ് സ്പേസും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. 300 രൂപയാണ് ടിക്കറ്റ് കേട്ടോ.
ഈ ഒരു കമ്പനീൻ്റെ ടിക്കറ്റ് 300 രൂപയാണ്. ഗവൺമെൻറ്റിൻ്റെ 121 ആ നീല കളറുള്ള ബസ് ഉണ്ടല്ലോ, നമ്മൾ രാമനാഥപുരത്ത് നിന്ന് പണ്ട് വന്നിരുന്നു, അതിൽ 235 രൂപയാണ്. മറ്റേ മഞ്ഞ കളർ ബസ്സിന് 185 രൂപയാണ്. പക്ഷെ അതിൽ നമ്മൾ ആ 5 മണിക്കൂറൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഏതായാലും തിരുച്ചി ടു കോയമ്പത്തൂർ, അങ്ങനെ നമ്മൾ തിരുച്ചിയോട് യാത്ര പറയുകയാണ് സുഹൃത്തുക്കളെ. ബൈ ബൈ തിരുച്ചി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ആദ്യം ഈ ഒരു ഫുൾ എയർ കണ്ടീഷൻ ബസ് സ്റ്റാൻഡ് ഇങ്ങനെയൊന്നും ഇത്ര സെറ്റപ്പിലൊന്നും ആകുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. എന്നും ഇതേ ഒരു അവസ്ഥയിൽ തന്നെ നിലനിൽക്കട്ടെ. AC നല്ല കൂളിംഗ് ഉണ്ട്. ഇപ്പോൾ ഒന്നാമത് പുറത്ത് നല്ല ക്ലൈമറ്റാണ്, വെയിലില്ലാത്ത നല്ല സുന്ദരമായിട്ടുള്ള ക്ലൈമറ്റാണ്. പുറത്തെ കാഴ്ചകൾ നമുക്ക് ഇതിലങ്ങനെ കാണാൻ പറ്റില്ല. ബസ്സിൻ്റെ പുറത്ത് ഫുള്ള് ചളി കേട്ടോ, ആ പൊടിമണ്ണാണ്. റോഡിലൊക്കെ നല്ല തിരക്കാണ്. 4 വരി പാതയാണ്, 2 വരി. പക്ഷേ ചില സ്ഥലത്തൊക്കെ 2 വരി, അതായത് നമ്മളെ സാധാ 2 വരി പാത മാത്രമേ ഉള്ളൂ. ഇത് കണ്ട ഒരുപാട് ദൂരത്തിൽ ഈ കരൂർ ഭാഗം എത്തുന്ന വരെ പല ഭാഗത്തും 2 വരി ഹൈവേ കേട്ടോ. തമിഴ്നാടിൻ്റെ എല്ലാ ഭാഗത്തും 4 വരി അടിപൊളി ഹൈവേ ഒന്നല്ല, ഇതൊരു പ്രധാനപ്പെട്ട റോഡാണ്. പക്ഷേ ഇത് 2 വരിയുള്ളൂ. അപ്പുറത്തുനിന്ന് വണ്ടികൾ വരുന്നൊക്കെയാണ്. അപ്പോൾ 2 വരി ഈ ഒരു ഹൈവേയിലൂടെ പോകുമ്പോൾ ബസ് അധികം വേഗത്തിലൊന്നും പോകുന്നില്ല. പിന്നെ ബസ് ഈ ഒരു തിരുച്ചിന്ന് പുറപ്പെട്ടുകാണ്ട് കാന്തിപുരം എത്തിക്കാന്നുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് ചാർജ് ചെയ്യണം. പിന്നെ അവിടുന്ന് ചാർജ് ഫുൾ ആയതിനു ശേഷം മാത്രമേ അവിടുന്ന് ഇങ്ങോട്ട് സർവീസ് നടത്താൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ കരൂറൊക്കെ കഴിഞ്ഞു. കരൂർ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നല്ല അടിപൊളി റോഡ് വന്നിട്ടുള്ളത്. ഇതും ആദ്യമുള്ള 2 വരി റോഡ് വീതി കൂട്ടിയതാണ്. അതാണ് ഈ ഒരു റോഡ് മാർക്കിംഗ് ഇങ്ങനെയൊക്കെയാണ്. സെൻട്രൽ ഡിവൈഡറും കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ സംഭവം ഉഷാറായിട്ടുണ്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കരൂർ കഴിഞ്ഞതിന് ശേഷമുള്ള നാഷണൽ ഹൈവേ 81, അതായത് പല്ലടം ഭാഗത്തേക്ക് എത്തിച്ചേരുന്ന നാഷണൽ ഹൈവേ 81 ആണ്. സംഭവം വീതി കൂട്ടിയതാണെന്നുണ്ടെങ്കിലും ഉഷാറായിട്ട് പോകാൻ പറ്റുന്നുണ്ട്, ഈ ഡിവൈഡറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. നമ്മൾ അടിപൊളി ഒരു ബസ് സ്റ്റാൻഡിൻ്റെ കാഴ്ച കണ്ടു. നമ്മളെ കേരളത്തിലേക്ക് ഇതേപോലത്തെ ഒരു സംഭവം എന്നാണ് വരികയെന്ന് അറിയില്ല. നമുക്ക് അതിനനുസരിച്ചുള്ള ലാൻഡ് ഇല്ലാത്തൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ കേരളത്തിൻ്റെ മോശമാക്കി പറഞ്ഞതോ തരം താഴ്ത്തി പറഞ്ഞതോ അല്ല, കേരളത്തിൻ്റെ നിലവിലുള്ള സാഹചര്യങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകയെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്താണ്ടും ഈക്വൽ കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ബൈ, സീ യു അഗെയിൻ.